കാലിലുരുമ്മി ക്യൂട്ട്നെസ് വാരി വിതറുന്ന പഴയ പാവം പൂച്ചയല്ല അദ്ദേഹം ഇപ്പോൾ. സത്യം പറഞ്ഞ ആശാനെ കഴിവെച്ച് നോക്കുമ്പോ ആശാൻ ഈ ലെവലിൽ അറിയപ്പെടേണ്ട ആളല്ല, കുറച്ചുകൂടി ലോ ലെവലിൽ അറിയപ്പെടേണ്ട ആളാണ്. ശക്തരിൽ ശക്തൻ, എതിരാളിക്കൊരു പോരാളി, ധീരതയുടെ പര്യായമെന്നൊക്കെ സോഷ്യൽ മീഡിയ വാഴ്ത്തുന്ന പൂച്ച സാറാണ്. നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടമുള്ളത് വിളിക്കാം, തള്ളക്ക് വിളി ഒഴിച്ച്. എന്തുകൊണ്ടാണ് പൂച്ചയ്ക്ക് ഒന്നിനെയും ഒരു പേടിയുമില്ലാത്തത്? സിംഹവും കടുവയും പുലിയുമെല്ലാം ഉൾപ്പെട്ട കാറ്റ് ഫാമിലിയിലെ അംഗമാണല്ലോ പൂച്ചയും. ഞാൻ ഇവനൊക്കെ പടക്കുറുപ്പന്മാരുടെ ഫാമിലിയാ. ജഗലുടെ രക്തമെന്ന് പറയുന്നത് ക്ഷത്രിയ രക്തമാ. അങ്ങനെ പറഞ്ഞു കൊടുക്കണ. ഈ മാർജാര കുടുംബം സ്വാഭാവിക വേട്ടക്കാരാണ്. പതുങ്ങിയിരിക്കലും ചാടി വീഴലും കീഴടക്കലും ജന്മ സ്വഭാവമാണ് എന്ന് അർത്ഥം. എങ്ങനെ പറഞ്ഞാലും ഇപ്പൊ എനിക്ക് എന്നോട് തന്നെ അസൂയ തോന്നിയാണ്. അടങ്ങുമോനെ. എന്തിന്? ആ വലിയ മൃഗങ്ങൾ കാട്ടിൽ ചെയ്യുന്നത് പോലെ തന്റെ ടെറിറ്ററി മാർക്കിംഗ് പോലും പൂച്ചയും ചെയ്യാറുണ്ട്. വെറും ഭയങ്കരനല്ല, ഭയഭയങ്കരമായ ആള്. കണ്ടിട്ടില്ലേ, വീട്ടിലെ മേശയിലും സോഫയിലും നിർത്തിയിട്ട ബൈക്കിന്റെ സീറ്റിലുമെല്ലാം നഖത്തിന്റെ പാടുകൾ. നീ ഒന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി കിട്ടാൻ കാത്തിരിക്കായിരുന്നടാ. ഏറ്റവും വേഗവും കൃത്യവുമുള്ള റിഫ്ലെക്സ് ഉള്ള ജീവിയാണ് പൂച്ച. എതിരാളി ചിന്തിച്ചു തുടങ്ങും മുമ്പ് സാർ പ്രവർത്തിച്ചു തുടങ്ങുമെന്ന് ചുരുക്കം. നീ ചിന്തിച്ച് തീരുന്നിടത്ത് ഞാൻ ചിന്തിച്ചു തുടങ്ങും. അതുകൊണ്ടാണ് അണലിക്കും മൂർഖനും മുന്നിൽ വരെ നെഞ്ചു വിരിച്ചു നിൽക്കാൻ പറ്റുന്നത്. നീ മരണമാസാടാ, വേറെ ലെവലടാ നീ. പഠനങ്ങൾ പറയുന്നത് പൂച്ച മനുഷ്യനെ കാണുന്നത് അതിന്റെ ഫാമിലിയിൽപ്പെട്ട ആളായിട്ടാണത്രേ. അപ്പൊ ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടനാ? അതുകൊണ്ടാണ് അത് വേട്ടയാടി പിടിച്ച് എലിയെയും പക്ഷികളെയും പാമ്പിനെയും ഒക്കെ നമുക്ക് കൊണ്ടുതരുന്നത്. നിനക്ക് എന്നോട് ഇത്രയും ആത്മാർത്ഥത ഉണ്ടെന്ന് ഞാൻ കരുതിയില്ല. ഐ ആം സോറി. നിന്നെ ഞാൻ ഒരുപാട് തല്ലിയിട്ടുണ്ട്. ഒന്ന് പോ മച്ചാ, മച്ചാൻ എന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ. വേട്ടയാടാൻ അറിയാത്ത നമ്മളോടുള്ള സാറിന്റെ ഔദാര്യമായി കാണാം ഇതിനെ. ഇതെന്റെ ഒരു ഔദാര്യമായി കൂട്ടിയാ മതി. അതിരാവിലെ വന്ന് കാലിൽ മുട്ടിയൊരുമി വിളിക്കുന്നത് പോലും വരൂ വേട്ടയാടാൻ പോകാമെന്ന് പറയുകയാണത്രേ. ഇത്രയൊക്കെ ചെയ്തിട്ടും സ്നേഹമില്ലാത്ത ജീവി എന്ന ആക്ഷേപം മാത്രമാണ് സാറിന്റെ ജീവിതത്തിൽ ബാക്കി. നീ ഏതർത്ഥത്തിലാ ഈ സാറേ എന്ന് വിളിക്കുന്നത് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. അപ്പൊ ഞാൻ ഉദ്ദേശിച്ച സാറ് മനസ്സിലായി. സന്തോഷം. വരട്ടെ സാറേ. പൂച്ചസാറിന്റെ ഈ ധൈര്യത്തെ ട്രോളുന്നവരുമുണ്ട് കേട്ടോ. പേടിക്കാൻ മിനിമം ബുദ്ധി വേണമെന്നും അതുപോലും ഇല്ലാത്തത് കൊണ്ടാണ് ഈ ധൈര്യമെന്നുമാണ് ശത്രുക്കളുടെ ആരോപണം. പോട്ടെ സാറേ കേട്ടാ, വീട്ടുകളാ ബോട്ടിയില്ലാത്ത അവൻ എന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞ് വിവരമില്ലാത്ത നിങ്ങളല്ലേ അത് ക്ഷമിക്കേണ്ടത്. അതൊക്കെ എന്തോ ആയിക്കൊള്ളട്ടെ, ഒരു കുഞ്ഞു മ്യാവു വിളിയും സ്നേഹത്തോടെയുള്ള തൊട്ടുരുമലും തരുന്ന സന്തോഷം എത്ര വലുതാണ് അല്ലേ? എന്തോ എന്നെ ഇഷ്ടമാണ് ആളുകൾക്ക്.